ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ്റെ 10,000 GK എന്ന് പറയുന്ന പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ സെറ്റായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു സെറ്റിൽ 100 ക്വസ്റ്റ്യൻസ് വെച്ച് കാണും. അപ്പോൾ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഡേറ്റാബേസിലുള്ള കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കോഴിക്കോട്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹരണ സമരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിൽ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശ തത്വങ്ങൾ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലിൻ. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്നത് എഥിലിനാണ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപാണ് പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്നു പേരുള്ള ദ്വീപ് പാതിരാമണൽ. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ വായിക്കാം. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഉത്തരം 250 രൂപ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. കേന്ദ്രത്തിലാണെങ്കിൽ അത് ലോക്പാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ MN വെങ്കടചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ MN വെങ്കടചെല്ലയ്യ. കൂടുതലും ആദ്യത്തെ ചെയർപേഴ്സണാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ചെയർപേഴ്സണെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമ്മീഷൻ്റെയും മാക്സിമം ആദ്യത്തെയും രണ്ടാമത്തെയും ചെയർപേഴ്സണെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാർ. വരുമാന നികുതി കേന്ദ്ര സർക്കാരാണ് പിരിക്കുന്നത്. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞത് ജഹാംഗീർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളിയാണ് SK നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി SK നായർ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ. വന്ദേമാതരം, ആനന്ദമഠം നോവൽ. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിന്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ. ഒരു റയർ ക്വസ്റ്റ്യൻ ആണത്. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിന്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചതാര്? MN വിജയൻ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് MN വിജയൻ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 1952 ഒറീസയുടെ ഗവർണറായത് ഫസൽ അലി. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1952 ഒറീസയുടെ ഗവർണറായത് ഫസൽ അലി. ഇന്ത്യൻ പാർലമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസ്സാക്കിയത് എന്ന്? ഇന്ത്യൻ പാർലമെന്റ് GST ബിൽ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റിൽ.
ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം അടിയന്തരാവസ്ഥ. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. അതിനുശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് ബംഗളൂരു. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിംഗിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ലേസർ. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത് എന്ന്. ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് നിതി ആയോഗ്. അതിന്റെ പ്രഖ്യാപനം നടത്തിയത് 2014 ഓഗസ്റ്റ് 15. ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ നിതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റും കാണും. പക്ഷേ 2014 ഓഗസ്റ്റ് 15 പ്രഖ്യാപനം നടത്തിയത്. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് ഗതിമാൻ. സെമി ഹൈസ്പീഡ് ട്രെയിൻ ഗതിമാൻ. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതി. പ്രീവിയസ് ആണ്. ജാക്ക് ഓഫ് ഓൾഡ് ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാംഗനീസ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ലോകത്താദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ് ബാങ്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഒരുവിധം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. സുഗതകുമാരി മാഡം റീസെൻ്റ് ആയിട്ട് മരിച്ചതുകൊണ്ട് അടുത്ത എക്സാംസിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡിഷൻ. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നത് അഡിഷൻ. SR ഓയിൽസിന്റെ ആസ്ഥാനം മുംബൈ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. ഗോദാവരി, കൃഷ്ണയാണ് പാട്ടിസീമ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലഫോണിലൂടെ നൽകാൻ നമുക്ക് ഉത്തർപ്രദേശിൽ ചെന്നാം. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം നിയോനെറ്റോളജി. നവജാത ശിശുക്കൾ നിയോനെറ്റോളജി. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. സൂഫി സന്യാസിവര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള തീർത്ഥയാത്രയാണ് സിയാറത്ത്. സൂഫി സന്യാസിവര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള തീർത്ഥയാത്ര സിയാറത്ത്. ചന്ദ്രമുഖി വിലാസം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചന്ദ്രമുഖി വിലാസം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിഫ്ബി എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. KIIFB കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ശ്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം? ബുദ്ധമത കേന്ദ്രം. 1952 ഒരു ലാൻഡ് റീക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത് വേലുക്കുട്ടി അരയൻ. അതായത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റയർ ക്വസ്റ്റ്യൻ ആണ്. 1952 ഒരു ലാൻഡ് റീക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത് വേലുക്കുട്ടി അരയൻ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിലെ ഒപ്പം ഒരു ഇതാണ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 രാജീവ് ഗാന്ധി. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആര്? പാർലമെന്റ്. സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പാർലമെന്റാണ് നിയമങ്ങൾ അംഗീകരിക്കുന്നത്. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 325. ആരോഗ്യമുള്ള മനസ്സിന്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് നാനി ഫൽക്കിവാല. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായി ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ആരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭു. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായി ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ? ദാമോദർ. റൂർ ദാമോദർ. വേറെ ഉണ്ടെങ്കിലും തെറ്റിപ്പോകരുത്. റൂർ ദാമോദർ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ദ്രാസ് താഴ്വരയാണ്.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1851. ജിയോളജിക്കൽ സർവേ സ്ഥാപിതമായത് 1851. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാ വാദമാണ് ചെറി ബ്ലോസം. കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാദം ചെറി ബ്ലോസം. ഗിർന പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ്? താപ്തി. താപ്തിയുടെ പോഷക നദിയാണ് ഗിർന. അത്രയേ ഉള്ളൂ. താപ്തിയുടെ പോഷക നദിയാണ് ഗിർന. ഹിമാചൽ പ്രദേശിന്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ധർമ്മശാല. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14444. 14444. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. അക്ബരാസ്, ലാത്തി ക്ലബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാലഗംഗാധര തിലക്. അക്ബരാസ്, ലാത്തി ക്ലബ്. അതും നല്ലൊരു ക്വസ്റ്റൻ ആണ്. അക്ബരാസ്, ലാത്തി ക്ലബ്, ബാലഗംഗാധര തിലക്. ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ഞാൻ വിജ്ഞാൻ വിമുക്ത UGC. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. അക്ബറിന്റെ ഭരണകാലത്താണ് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ലാവാശിലകളുടെ ശിഥിലീകരണത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ബ്ലാക്ക് സോയിൽ. ലാവാശിലകളുടെ ശിഥിലീകരണത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നത് ബ്ലാക്ക് സോയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ മേധ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിളിക്കുന്നത് ബംഗാൾ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞതാണ് DS കോത്താരി. ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞത് കോത്താരി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത രുക്മിണി ലക്ഷ്മിപതി. ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിന്റെ പേരിൽ ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത രുക്മിണി ലക്ഷ്മിപതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതം അനുഷ്ഠിച്ച് സമരം നടത്തിയ വനിത ഇറോം ശർമിള. നാഗാലാൻഡ് അറിയപ്പെടുന്നത് ഉത്സവങ്ങളുടെ നാട്, ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നീഗ്രോയിഡ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെ ആസ്ഥാനം സിൽവാസ. ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം മൈസൂർ. വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചത് VA സ്മിത്ത്. എത്നോളജിക്കൽ മ്യൂസിയം VA സ്മിത്ത്. എത്നോളജിക്കൽ മ്യൂസിയം VA സ്മിത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 9. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ സെൻസസ് ഡേ ഫെബ്രുവരി 9. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചത് ജ്യോതിറാവ് ഹുലെ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചത് ജ്യോതിറാവ് ഹുലെ. 1857 കലാപ സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവാണ് ഷാമാൽ. 1857 ജാട്ട് നേതാവ് ഷാമാൽ. ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം ശതപാത ബ്രാഹ്മണം. ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം ശതപാത ബ്രാഹ്മണം. റീഗർ സോയിൽ എന്നും അറിയപ്പെടുന്നത് ബ്ലാക്ക് സോയിൽ. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം നടന്നത് 1905 ജൂലൈ 20. വിഭജിച്ച വൈസ്രോയാണ് കഴ്സൺ. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി, അതായത് സ്വതന്ത്ര ഭരണം എന്നാണ് ആസാദ് ഷാഹിയുടെ അർത്ഥം. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുനായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയെക്കുറിച്ചുള്ള നല്ലൊരു റയർ ക്വസ്റ്റൻ ആണത്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച വിപ്ലവകാരിയാണ് ഝാൻസി റാണി. കമ്പ രാമായണത്തിന്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമകാലീനനായ ശാസ്ത്രജ്ഞൻ ആരെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചത് PV നരസിംഹറാവു. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചത് PV നരസിംഹറാവു.
നരസിംഹറാവു എന്ന് പറയുമ്പോഴേ നല്ല നീളമില്ലേ, എ ലോങ് വേ PV നരസിംഹറാവു. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമയോജന. അവരുടെ ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമാക്കാനുള്ളതാണ് സൻസദ് ആദർശ് ഗ്രാമയോജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. INCക്ക് മുമ്പ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ടതാണ്? പോർച്ചുഗീസ്. നമുക്ക് പോർച്ചുഗീസിൻ്റെ ആഗമനമൊക്കെ പഠിക്കാനുണ്ട്. അപ്പം പോർച്ചുഗീസിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാർട്ടേഴ്സ് സമ്പ്രദായം ഉപയോഗിച്ചിരുന്നത് പോർച്ചുഗീസാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാർട്രിഡ്ജുള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായി ഏർപ്പെടുത്തിയതെന്ന്? 1857 ജനുവരി. നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീസ് പതിച്ചിട്ടുള്ള എൻഫീൽഡ് റൈഫിൾ കൊടുത്തതാണ്. അപ്പോൾ അതെന്നാണ് കൊടുത്തത്? 1857 ജനുവരിയിലാണ് ഇന്ത്യൻ ആർമിയിൽ ആ റൈഫിൾസ് പുതുതായി ഏർപ്പെടുത്തിയത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. സെറ്റ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പീറ്റ് ചെയ്ത് 2-3 വട്ടം ഈ ക്വസ്റ്റ്യൻസ് കേട്ടാൽ ഒരുവിധം എല്ലാം ഓർമ്മയിലിരിക്കും. കുറേ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുള്ളതായിരിക്കും. പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. എങ്കിൽ പോലും 3-4 വട്ടം ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കും. അപ്പോൾ അടുത്ത സെറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലും. അപ്പോൾ നമുക്ക് പ്രീവിയസ് പഠിച്ചതുമായി 100 ക്വസ്റ്റ്യൻസ് കിട്ടിയതുമായി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്